നമുക്കങ്ങനെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് പറ്റില്ലല്ലോ. ആവശ്യമുള്ള ആളുകൾ ചെയ്താൽ മതി. ഓക്കെ, ഡിസ്കൗണ്ടിങ് ആ പറയുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു ഡിസ്കൗണ്ടിങ്. എന്താ ഡിസ്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ? ഡിസ്കൗണ്ടിങ് മീൻസ്, ഞാൻ വായിക്കട്ടെ, ബോറോവിങ് ക്യാഷ് ഫ്രം ബാങ്ക് ഇൻ അഡ്വാൻസ്. ബോറോവിങ് ക്യാഷ് ഫ്രം ബാങ്ക് ഇൻ അഡ്വാൻസ് ഓൺ ദ സെക്യൂരിറ്റി ഓഫ് ദ ബിൽ ബിഫോർ ഇറ്റ്സ് മെച്യൂരിറ്റി. മെച്യൂരിറ്റി ആവുന്നതിന് മുൻപ് ബില്ല് സെക്യൂരിറ്റി ആയിട്ട് വെച്ചിട്ട് ബാങ്കിൽ നിന്ന് എന്ത് ചെയ്യാണ്? ക്യാഷാക്കി മാറ്റുന്നതാണ്. കഴിഞ്ഞില്ല മറ്റേത്? ഫുള്ളായി. ഡ്യൂ ടു ദിസ് ഫെസിലിറ്റി ഇറ്റ് ഈസ് നോൺ ആസ് ഫ്രീലി ട്രാൻസ്ഫറബിൾ. ബിൽ ഓഫ് എക്സ്ചേഞ്ചിനെ ഞാൻ ഒരു വാക്ക് ഇന്നലെ സ്ട്രെസ് ചെയ്ത് പറഞ്ഞിരുന്നു അല്ലേ? ഫ്രീലി ട്രാൻസ്ഫറബിൾ എന്ന് പറഞ്ഞിരുന്നോ? ഇല്ല, ഞാൻ പറഞ്ഞിരുന്നു ഇല്ലേ? പറഞ്ഞ ഓർമ്മയുള്ളവരൊന്ന് എഴുതിച്ചേ മതി. എനിക്ക് ഓർമ്മയുണ്ട്. ഫ്രീലി എന്താണ്? ട്രാൻസ്ഫറബിളാണ്. ഓക്കെ, അതിൻ്റെ കാരണം മനസ്സിലായില്ലേ? ഈ ബില്ല് ആരുടെ കയ്യിൽ തന്നെ വെക്കണം എന്നൊരു നിർബന്ധമില്ല. ഡ്രോവറുടെ കയ്യിൽ. അത് ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം? ട്രാൻസ്ഫർ ചെയ്യാം. ഓക്കെ, യെസ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ, ഡി പി ഏതാ? 3. സെയിം എക്സാമ്പിൾ തന്നെയാണ്. അപ്പോൾ അതിൽ നിങ്ങളൊരു സാധനം ക്വസ്റ്റ്യനിൽ മാറ്റം വരുത്തുന്നുണ്ട്. തൊട്ട് മുൻപത്തെ ഡി പി 1 തന്നെയാണ്. എമൗണ്ടിലും ഡേറ്റും ഒന്നും വ്യത്യാസമില്ല. പക്ഷേ ഇങ്ങനൊരു പോയിൻ്റ് ഉണ്ട്, അതൊന്ന് നോട്ട് ചെയ്താളെ. ഡ്യൂ ടു, അത് മാത്രം എഴുതി വെച്ചാളെ. ഡ്യൂ ടു ഷോർട്ടേജ് ഓഫ് ക്യാഷ്. ഡ്യൂ ടു ഷോർട്ടേജ് ഓഫ് ക്യാഷ് മിസ്റ്റർ ബുക്ക് ഡിസ്കൗണ്ടഡ് ദ ബിൽ. Mr. Book discounted the bill on 1st February 2019. 1st February 2019 at a discount of 20%. Discount of 20%. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. ഇനി ഇതിൽ ഹോണേർഡും ഡിസോണേർഡും ഇതിൽ നമുക്കിടാം. ഓക്കെ അല്ലേ? ഹോണേർഡും ഡിസോണേർഡും ഇതിലുണ്ട്. അപ്പോൾ ഇതിൽ ആദ്യത്തെ പരിപാടി ഈ ഡിസ്കൗണ്ടിൻ്റെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുക. ഡിസ്കൗണ്ട് എമൗണ്ട് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? 30,000-ൻ്റെ, ശ്രദ്ധിക്കണം, എത്ര പെർസെൻറ്റേജാണ്? 20%. പക്ഷെ 20% പ്രത്യേകം എഴുതുക പെർ ആന. ഒരു വർഷത്തിനാണ് പെർ ആന. അപ്പോൾ എത്ര എടുക്കുക? 20% എടുത്തിട്ട് കാര്യമുണ്ടോ? നമ്മുടെ ബില്ലിൻ്റെ ഡേറ്റ് എന്നാ? ജാനുവരി അല്ലേ? അപ്പോൾ ജാനുവരി, ഫെബ്രുവരി, പിന്നെ മാർച്ച് ഫസ്റ്റിലെല്ലാം ആവുക. ഒരു മാസം കഴിഞ്ഞ്, അപ്പോൾ 2 മാസത്തെ ബില്ല് 1 മാസം കഴിഞ്ഞിട്ടാണ് ബാങ്കിലുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിസ്കൗണ്ട് ചെയ്യുന്നത്. നമ്മളെന്നാ ബാങ്കിൽ ഡിസ്കൗണ്ട് ചെയ്യുന്നത്? ഫെബ്രുവരി 1. ഇനി ആ പൈസ ഡ്രോവി ബാങ്കിന് എന്നാ കൊടുക്കുക? മാർച്ചിൽ. അപ്പോൾ ഏകദേശം 1 മാസത്തിൻ്റെ ഗ്യാപ്പിലല്ലേ നമ്മൾ എന്ത് ചെയ്യുന്നത്? കടെടുക്കുന്നത് അല്ലേ? അപ്പോൾ ബാങ്കിന് നിങ്ങൾ എത്ര മാസത്തെ ഇൻട്രസ്റ്റ് കൊടുത്താൽ മതി? 1 മാസത്തെ കൊടുത്താൽ മതി. സംശയമില്ലല്ലോ? അപ്പോൾ ഇൻറ്റു 1/12 അടിച്ചാൽ എത്ര വരും നോക്കൂ? 500. ഓക്കെ അല്ലേ? കാൽക്കുലേഷൻ കിട്ടാത്തവർ കൈയന്തിച്ചേ. കിട്ടിയ ആളുകൾ മനസ്സിലായവർ കൈയന്തിക്കും. കിട്ടിയില്ല? 1 മാസം എങ്ങനെയാണെന്ന് മനസ്സിലായോ? 1 മാസം എങ്ങനെ മനസ്സിലായോ? ഏത് മുതൽ ഏത് വരെ? ജാനുവരി മുതൽ ഉള്ള കൊടുക്കണം. ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത പോലെ അല്ലേ ഇത്? എന്നാ ലോൺ എടുത്തത്? ഫെബ്രുവരി 1. ഇനി അയാൾ എന്നാണ് ഹോണറായിട്ട് കൊടുക്കുന്നത്? മാർച്ച് 1. ഒരു 3 days ഉണ്ടാവും, ഒന്നും എടുക്കണമെന്നില്ല. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ.
എൻട്രി എഴുതുമ്പോൾ എങ്ങനെയൊക്കെ പറയും? ആദ്യത്തെ എൻട്രി എന്താ പറഞ്ഞാൽ മതി, എന്നിട്ട് ഞാൻ സമയം തരാം എഴുതാം. ആരാർക്ക് കൊടുക്കുന്നത്? ബുക്ക് പെന്നിനാ. അപ്പം എൻട്രി എന്താ? പെൻ അക്കൗണ്ട് ഇൻ ദി ബുക്സ് ഓഫ് ബുക്കിൽ പെൻ അക്കൗണ്ട് അപ് ടു സെയിൽസ്. അപ്പുറത്ത് എന്താ? പർച്ചേസ് അക്കൗണ്ട് അപ് ടു ബുക്ക്. ക്ലിയർ അല്ലേ? ദെൻ രണ്ടാമത് ബില്ല് റിസീവബിൾ ആണ് ആർക്ക്? ബുക്കിന്. അപ്പോൾ എൻട്രി എന്താ? പറയണേ. ബിൽസ് റിസീവബിൾ അക്കൗണ്ട് അപ് ടു പെൻ. മറ്റടുത്ത് ഏതാ? ബുക്സ് അക്കൗണ്ട് അപ് ടു ബിൽസ് പേബിൾ. ഇനി അടുത്തൊരു സംഭവം ഉണ്ടാവുന്നു. ഈ രണ്ടും ഏത് ഡേറ്റിലാണ്? 1/1/2019. ഇനി അടുത്ത് 1/2 അഥവാ ഫെബ്രുവരി 1 ബാങ്കിൽ കൊണ്ടുപോയി ഡിസ്കൗണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ലോജിക്കലി ആലോചിക്കുക, ഇപ്പം നമ്മുടെ കയ്യിൽ ബിൽസ് റിസീവബിൾ ഡെബിറ്റ് ബാലൻസ് അല്ലേ? അത് നമ്മൾ ബാങ്കിൽ കൊടുത്താൽ ഇനി നമ്മുടെ കയ്യിൽ ബിൽസ് റിസീവബിൾ ഉണ്ടാ. അപ്പോൾ നമ്മൾ ബിൽസ് റിസീവബിളിന് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം ടു ബിൽസ് റിസീവബിൾ. ഓക്കെ അല്ലേ? നമുക്ക് ബാങ്ക് പൈസ തരും, പക്ഷെ തരുന്ന പൈസ 20,000 തരില്ല. എത്ര? 19,500 തരുള്ളൂ. അപ്പോൾ പൈസ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യണം. എൻട്രി എന്താ വരിക? ക്യാഷ് അക്കൗണ്ട് അപ് ടു ബിൽസ് റിസീവബിൾ. പക്ഷേ ക്യാഷ് എത്ര എമൗണ്ട് തരുന്നുള്ളൂ? 19,500 ഉള്ളൂ. ടു ബിൽസ് റിസീവബിൾ ആണെങ്കിൽ ക്രെഡിറ്റിൽ എത്ര ഉണ്ട് താനും? 20,000. അപ്പോൾ 500 രൂപ എവിടെ കുറവുണ്ട്? ഡെബിറ്റിൽ. അത് നമുക്ക് എന്താണ്? ഒരു എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്താൽ ഡെബിറ്റ് ചെയ്യണം. ആ എക്സ്പെൻസിൻ്റെ പേരാണ് എന്ത്? ഡിസ്കൗണ്ട്. അപ്പോൾ എൻട്രി എന്താ വരിക? ക്യാഷ് അക്കൗണ്ട് അപ്റ്റർ ഡിസ്കൗണ്ട് അക്കൗണ്ട് അപ്റ്റർ ടു ബിൽസ് റിസീവബിൾ. ഓക്കെ അല്ലേ? ക്യാഷിൽ എത്ര? 19,500 അല്ല 30 സോറി. അപ്പോൾ 29,500. പിന്നെ 500 എവിടെയാണ്? ഡിസ്കൗണ്ടിൽ 30 മറ്റെടുത്തു. എന്തായിരിക്കും ഡ്രോവിയുടെ എൻട്രി? ഡിസ്കൗണ്ട് ചെയ്താ ബാങ്കിക്ക് പൈസ കൊടുക്കുന്നത് പിന്നെ അത് മാർച്ച് എത്തണം. ഫെബ്രുവരിയിൽ ഡിസ്കൗണ്ട് ചെയ്ത എൻട്രി എന്താ? ബിൽസ് പേബിൾ അക്കൗണ്ട് അപ് ടു എന്ന് ഞാൻ വീണ്ടും ചോദിക്കുന്നത്, അത് എന്നത്തെ എൻട്രിയാണ്? അത് പൈസ കൊടുക്കുമ്പോഴല്ലേ? ഇത് ബില്ല് ഡിസ്കൗണ്ട് ചെയ്യുമ്പോഴുള്ള എൻട്രിയാണ് ചോദിക്കുന്നത്. ബില്ല് ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ എൻട്രി ഇല്ല. കാരണം ആരും തമ്മിലുള്ള ഇതാണ് കണക്ഷൻ. അത് ഡ്രോവറും ബാങ്കും തമ്മിലുള്ള കണക്ഷൻ. ആർക്ക് എൻട്രി ഇല്ല? ഓക്കെ ലൈസ്. അടുത്ത് ഇനി രസമുണ്ട്. ഇത് ഹോണർ ആവുകയെന്ന് വിചാരിക്കാം. ഏത്? 4/3/2019 3-ാം മാസം അല്ലേ? അപ്പോൾ ഡ്രോവറുടെ എൻട്രി എന്താ? ക്യാഷ് അക്കൗണ്ട് അപ് ടു ബിൽസ് റിസീവബിൾ അല്ലേ? ക്യാഷ് ആരാ തരിക? ഇല്ല അല്ല പറയാണ്. ക്യാഷ് അക്കൗണ്ട് അപ്റ്റർ പറയുന്ന ആരോ? ക്യാഷ് അക്കൗണ്ട് അപ്റ്റർ ആരും ഇനിയും പൈസ തരിക? ആരെങ്കിലും ദാനം തരുമ്പോൾ ക്യാഷ് അക്കൗണ്ട് അപ്റ്റർ എന്ന് എഴുതാം. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട് ഇനി ആരും പൈസ തരില്ലല്ലോ. ഓക്കെ അല്ലേ? ടു ബിൽസ് റിസീവബിൾ എഴുതാൻ നമ്മുടെ കയ്യിൽ ബിൽസ് റിസീവബിൾ ഉണ്ടാ? ഓൾറെഡി ബിൽസ് റിസീവബിൾ ബാങ്കിൽ കൊടുത്തിട്ട് നമ്മൾ ടു ബിൽസ് റിസീവബിൾ എഴുതിയില്ലേ? അപ്പോൾ ഹോണർ ആയാൽ എവിടെ എൻട്രി ഇല്ല? ഡ്രോവറിൽ എൻട്രി ഇല്ല. ഓക്കെ അല്ലേ? ഡിസ്കൗണ്ട് ചെയ്ത ആരെങ്കിലും എൻട്രി ഇല്ല? ഡ്രോവിഡയിലുള്ള. ഇനി അടുത്ത് ഹോണറായി കഴിഞ്ഞാൽ ഡ്രോവിഡ് എൻട്രി ഉണ്ട്. എന്താ എൻട്രി? ആസ് യൂഷ്വൽ എൻട്രി എന്താ? ബിൽസ് പേബിൾ അക്കൗണ്ട് അപ് ടു ക്യാഷ് ടു ബാങ്ക് എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? അതോ നമ്മുടെ പെന്നല്ലേ നമ്മുടെ ഡ്രോയി? പെന്ന് ബാങ്കിന് കൊടുക്കുന്നത് അക്കൗണ്ട് ത്രൂ ആണെങ്കിൽ എന്ത് പറയാം? ടു ബാങ്ക് എന്ന് പറയാം. ക്യാഷായിട്ട് കൊണ്ടു കൊടുക്കുകയാണെങ്കിൽ എന്ത് പറയാം? ടു ക്യാഷ് വരാം. അപ്പോൾ അതൊരു റെലവൻസ് ഇല്ല. ഓക്കെ ആണോ? അപ്പോൾ ബിൽസ് പേബിൾ അക്കൗണ്ട് അപ് ടു ക്യാഷ് നോർമൽ എൻട്രി തന്നെയാണ് ആർക്ക് വരിക? ഡ്രോയിക്ക് വരാം. സംശയജലം? ഓക്കെ. ഇനി അടുത്ത കേസ് പറയണം. ഏതാ? ഡിസോണർ പറയണം. ഡിസോണറായ എൻട്രി എന്താ? ഹോണറായ എൻട്രി ഉണ്ട് അല്ലേ? ഹോണറായ എൻട്രി ഇല്ല ഡ്രോവർക്ക്. ഡിസോണറായ എൻട്രി ഉണ്ടാവട്ടെ? വേണ്ടേ? എന്താ എൻട്രി? ക്യാഷ് ആർക്ക് കൊടുക്കണം? അപ്പം ടു ഏത് വരും? ക്യാഷ് വരും. ഇനി ആരാണ് ഈ പൈസ ബുക്കിന് തരേണ്ടത്? ഇനി
പെന്ന്. അപ്പോൾ എൻട്രി എന്താ വരിക? പെൻ അക്കൗണ്ട് അപ് ടു ക്യാഷ്. കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ബാങ്കിന് തന്നെ കൊടുക്കണത്. ഇപ്പോൾ ഡ്രോവർ ഇപ്പം എന്താ സിറ്റുവേഷൻ എന്താ? ഡ്രോവ് എന്ത് ചെയ്തിട്ടില്ല, ബാങ്കിലേക്ക് അടച്ചിട്ടില്ല, ഇല്ലല്ലോ. ഇനി ആരാണ് അത് അടക്കേണ്ടത്? ഡ്രോവർ. അപ്പോൾ ഡ്രോവറുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോയില്ലേ, അപ്പോൾ ക്യാഷ് എന്ത് ചെയ്യും? കുറയും. എന്തെഴുതും? ക്യാഷ്. ബാങ്കിലേക്ക് കൊടുക്കുന്ന പൈസ ഡ്രോവറുടെ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട് കൊടുക്കണം. ആ പൈസ ആരിൽ നിന്ന് കളക്ട് ചെയ്യണം? ഡ്രോവി. അപ്പോൾ ഡ്രോവി ഒരു അസറ്റായിട്ട് വീണ്ടും എന്ത് ചെയ്യും? വരും, ഡെബിറ്റ് ചെയ്യും. മറ്റൊരു അസറ്റ് എന്ത് ചെയ്യും? കുറയും. അപ്പം നിനക്ക് നീ കൊടുക്കാനുള്ള പൈസ ഞാൻ കൊടുത്താൽ എന്താ ഉണ്ടാവും? എൻ്റെ കയ്യിൽ നിന്ന് പോവുകയും ചെയ്യും, നീ എനിക്ക് തരും വേണ്ടേ? ആ കോൺസെപ്റ്റാണ്. അപ്പുറത്ത് എന്താണ്? ആസ് യൂഷ്വൽ എൻട്രി എന്താ? ബിൽസ് പേയബിൾ അക്കൗണ്ട് അപ് ടു ബുക്ക്. ബിൽസ് പേയബിൾ അക്കൗണ്ട് അപ് ടു ബുക്ക്. ഓക്കെ അല്ലേ? സംശയം ഉണ്ടോ? അവിടുത്തെ സാധാ എൻട്രി ഓണർ ആവുകയാണെങ്കിൽ എന്താ? ബിൽസ് പേയബിൾ അക്കൗണ്ട് അപ് ടു ക്യാഷ്. ഡിസോണറായ ബിൽസ് പേയബിൾ അക്കൗണ്ട് അപ് ടു ബുക്ക്. ദാറ്റ്സ് ഓൾ.